ഹായ് എവ്രിബഡി, സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ PYQ ഡിസ്കഷൻ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെഷനിൽ ഓർഗാനിക് കെമിസ്ട്രി മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എക്സാമിൽ ചോദിച്ചിരിക്കുന്ന ഇമ്പോർട്ടന്റ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ചോദ്യങ്ങൾ നമ്മൾ നോക്കിക്കാണാൻ പോവുകയാണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു ആൽക്കൈൽ ഹാലൈഡ് ആണ് അല്ലെ. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ടിംഗ് വിത്ത് പൊട്ടാഷ്യം ടെർഷ്യറി ബ്യൂട്ടോക്സൈഡ്. ഇതാണ് പൊട്ടാഷ്യം ടെർഷ്യറി ബ്യൂട്ടോക്സൈഡിന്റെ സ്ട്രക്ചർ. എന്താണ് ഇവരുടെ ഇമ്പോർട്ടൻസ്? ദിസ് ഇസ് ആക്ച്വലി എ ബൾക്കി ബേസ്. ബൾക്കി ബേസ്. അങ്ങനെയാണെങ്കിൽ ബൾക്കി ബേസ് ആണെങ്കിൽ ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് നടക്കുക? എലിമിനേഷൻ റിയാക്ഷൻ ആണ് നടക്കുക. നോക്കൂ, എന്താണ് എലിമിനേഷൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബീറ്റ എലിമിനേഷൻ എന്ന് അല്ലെ. ബീറ്റ എലിമിനേഷൻ. നോക്കൂ, എന്തുകൊണ്ടാണ് ബീറ്റ എലിമിനേഷൻ എന്ന് വിളിക്കുന്നത്? ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, ഇതിനെ എന്ത് വിളിക്കും? നമ്മൾ ആൽഫ എന്ന് വിളിക്കും. പിന്നെ ഏതൊക്കെ ബീറ്റ കാർബൺസ് ആണ്? ഇത് ബീറ്റ കാർബൺ ആണ്, ഇത് ബീറ്റ കാർബൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈഡ്രജനെ നമ്മൾ എന്ത് വിളിക്കും? ബീറ്റ ഹൈഡ്രജൻ നമ്മൾ വിളിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ബൾക്കി ബേസ് എപ്പോഴും ഏത് ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യാനായിരിക്കും ശ്രമിക്കുക? ലെറ്റ്സ് സേ ഞാൻ ഇത് ബീറ്റ 1 എന്ന് വിളിക്കുന്നു, ഇതിനെ ഞാൻ ബീറ്റ 2 എന്ന് വിളിക്കുന്നു. നോക്കൂ, ഏത് ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യാനായിരിക്കും നമ്മുടെ ബൾക്കി ബേസ് ശ്രമിക്കുക? ഓഫ് കോഴ്സ് ലെസ് സ്റ്റെറിക്കലി ഹിൻഡേർഡ് ആയിട്ടുള്ള ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യാനായിരിക്കും ആര് ശ്രമിക്കുക? ബൾക്കി ബേസസ് ശ്രമിക്കുക. കാരണം ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ ഇതെന്താണ്? ദിസ് ഇസ് ആക്ച്വലി എ സെക്കൻഡറി ഹൈഡ്രജൻ ആണ് അല്ലെ. പക്ഷെ ഇതെന്താണ്? പ്രൈമറി ഹൈഡ്രജൻ ആണ്. കുറച്ചുകൂടെ ഈസിലി ആക്സസിബിൾ ആരാണ്? പ്രൈമറി ആണ്. ഒരു കാര്യം കൂടെ നിങ്ങൾ അറിയണം, വാട്ട് ഈസ് ആക്ച്വലി സെയ്റ്റ്സപ്പ് പ്രൊഡക്റ്റ് ആൻഡ് ഹോഫ്മാൻ പ്രൊഡക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് വേണ്ടത്. അപ്പൊ നോക്കുക, എന്താണ് സെയ്റ്റ്സപ്പ് പ്രൊഡക്റ്റും എന്താണ് ഹോഫ്മാൻ പ്രൊഡക്റ്റും? നോക്കൂ, ഒരു പൊട്ടാഷ്യം ടെർഷ്യറി ബ്യൂട്ടോക്സൈഡ് ഒരു ബൾക്കി ബേസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതാണ് ആൽഫ, ഇതാണ് എന്ത്? ബീറ്റ. HBr എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടും? ഈ ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യില്ല, മറിച്ച് ആര് അബ്സ്ട്രാക്ട് ചെയ്യും? ഇയാൾ അബ്സ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് കിട്ടും നമുക്ക്? യെസ്, ഇങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. CH3 ഡബിൾ ബോണ്ട് CH2 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇയാളെയാണ് വെറും ഒരു OH- ഒക്കെയാണ് വരുന്നതെങ്കിൽ ആരെ അബ്സ്ട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും? ഇയാൾ അബ്സ്ട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. എന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റ് എങ്ങനെ കിട്ടും? യെസ്, നമുക്ക് ഇങ്ങനെ കിട്ടും. CH3 എന്ന് കിട്ടും. HBr എലിമിനേറ്റ് ആയിട്ട്. നോക്കൂ, എവിടെയാണ് കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻ? നോക്കി, ഇവിടെ 3 സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതേപോലെ ഇവിടെ എത്ര സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്? 2 സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ ഡബിൾ ബോണ്ടിന് അക്രോസ് ആയി സബ്സ്റ്റിറ്റ്യൂഷൻ 1, 2. ഓക്കെ, അതായത് ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീനെ നമ്മൾ വിളിക്കും എന്താണ്? ഹോഫ്മാൻ പ്രൊഡക്റ്റ്. എന്ത് വിളിക്കും? ഹോഫ്മാൻ പ്രൊഡക്റ്റ്. ഇനി മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണെങ്കിൽ നമ്മൾ വിളിക്കും എന്താണ്? സെയ്റ്റ്സപ്പ് പ്രൊഡക്റ്റ് എന്ന് നമ്മൾ വിളിക്കും. സെയ്റ്റ്സപ്പ് പ്രൊഡക്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും, നമ്മളുടെ ബൾക്കി ബേസ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഹോഫ്മാൻ പ്രൊഡക്റ്റ് ആയിരിക്കും. ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഇൻ കേസ് ഓഫ് ബൾക്കി ബേസും ആൽക്കൈൽ ഹാലൈഡ് RF ഹാലജൻ ഫ്ലൂറിൻ ആണെങ്കിൽ എപ്പോഴും ഓൾവേസ് എന്ത് പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക? വി ഗെറ്റ് ഹോഫ്മാൻ പ്രൊഡക്റ്റ്. നമുക്കൊരിക്കലും സെയ്റ്റ്സപ്പ് പ്രൊഡക്റ്റ് കിട്ടത്തില്ല. ഇതിന്റെ കാരണം എന്താണ്? E1CB മെക്കാനിസം ആണ്, കോൺജുഗേറ്റ് ബേസ് മെക്കാനിസം ആണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഹോഫ്മാൻ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ ആലോചിച്ച് വെക്കുക. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്തൊക്കെയാണ്? ഇറ്റ്സ് എൻ E2 റിയാക്ഷൻ, നോട്ട് എൻ E1 റിയാക്ഷൻ. E2 റിയാക്ഷൻ ആണ്. പിന്നെന്താണ്? ഹോഫ്മാൻ പ്രൊഡക്റ്റ് ആണ് മേജർ പ്രൊഡക്റ്റ് വരിക. അതായത് മേജർ പ്രൊഡക്റ്റ് ഇസ് ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്തൊക്കെയായിരിക്കും? 21D ആയിരിക്കും. ഓൺലി 2 and 4. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഇസ് കൈറാൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൈറാൽ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? വാട്ട് യു മീൻ ബൈ കൈറാൽ? ഒരു കാർബൺ ആറ്റത്തില് all 4 വാലൻസി ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ പറയും എന്താണ്? ദാറ്റ് മോളിക്യൂൾ ഈസ് വാട്ട്? കൈറാൽ എന്ന് നമുക്ക് പറയാം. ബട്ട് നോട്ട് ഓൾവേസ് പറയാം എന്താണെന്ന്. ഓക്കെ, അപ്പൊ ഈ ഒരു കാർബൺ എടുത്തു നോക്കൂ. ഇതാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്ന് ഹൈഡ്രജൻ ആണ്, ഒന്ന് മീഥൈലാണ്. 2 എണ്ണം ഡിഫറെന്റ് ആണ്. ഇനി അടുത്ത നോക്കി നിങ്ങൾ, മൂന്നാമത്തത് ഇതല്ലേ വാലൻസി? യെസ്. അതേപോലെ 4ാമത്തെ നോക്കി നിങ്ങൾ. യെസ്.
ഇങ്ങനെയല്ലേ? അപ്പൊ തേർഡ് വാലൻസിയും ഫോർത്ത് വാലൻസിയും എന്താണ്? സെയിം ആണ് അല്ലെ? സെയിം ഗ്രൂപ്പ്സ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഗ്രൂപ്പും ഡിഫറെന്റ് ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എന്താണ്? അക്കൈറാൽ. എന്ത് പറയും? അക്കൈറാൽ. ഫസ്റ്റ് മോളിക്യൂൾ എന്താണ്? അക്കൈറാൽ. പ്രശ്നം തീർന്നു. ഇനി രണ്ടാമത്തെ മോളിക്യൂൾ നമുക്ക് നോക്കാം. രണ്ടാമത്തെ മോളിക്യൂളിൽ നിങ്ങൾ നോക്കിയേ, ഈ കാർബൺ ആണ് ഞാൻ സ്പെസിഫിക്കലി പറയുന്നത്. ഒന്ന് ഓക്സിജനോടെയാണ്, ഇങ്ങോട്ടാണ്. രണ്ട് ഇങ്ങനെയാണ്, പിന്നെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, അപ്പോ ഒന്ന് മീഥൈലാണ്. അപ്പൊ 4 ഗ്രൂപ്പും എന്താണ്? ഡിഫറെന്റ് ആണ്. അത് മനസ്സിലായി. യെസ്. അതേപോലെ ഇയാളും എന്താണ്? ഇയാള് കൈറാലാണ്, അതേപോലെ ഇയാളും കൈറാലാണ്. പക്ഷേ ഈ മോളിക്യൂൾ എന്താണ്? കൈറാലാണോ എന്നാണ് ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കുക, കൈറാൽ ആവണമെങ്കിൽ കൈറാൽ സെന്റർ ഉണ്ടായത് കൊണ്ട് കൈറാൽ മോളിക്യൂൾ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതായത് ഇവിടെ ഒരു പ്ലെയിൻ ഓഫ് സിമ്മട്രി ഉണ്ട്. എന്താണ്? പ്ലെയിൻ ഓഫ് സിമ്മട്രി. പ്രസന്റ് POS എന്ന് നമ്മൾ വിളിക്കും. ഒരു മോളിക്യൂൾ, ഇഫ് എ മോളിക്യൂൾ കണ്ടെയ്ൻസ് POS, ഇഫ് എ മോളിക്യൂൾ കണ്ടെയ്ൻസ് എന്താണ്? POS, പ്ലെയിൻ ഓഫ് സിമ്മട്രി. അങ്ങനെയാണെങ്കിൽ മോളിക്യൂൾ എന്തായിരിക്കും? അക്കൈറാൽ ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇൻ ദിസ് മോളിക്യൂൾ ഇവിടെ എന്തുണ്ട്? ഒരു പ്ലെയിൻ കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? ഈവൻ ദോ ദർ ഇസ് കൈറാൽ കാർബൺ ഉണ്ട്, പക്ഷേ മോളിക്യൂൾ കൈറാലാണോ? അല്ല. എന്തുകൊണ്ടാണ്? ദർ ഇസ് എ പ്രസൻസ് ഓഫ് എന്ത്? POS. സോ രണ്ട് മോളിക്യൂളും എന്തല്ല? കൈറാൽ അല്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദം. നൗ 25th. Now, identify the most relevant statement about enantiomer എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആക്ച്വലി enantiomer? enantiomer മനസ്സിലാക്കി വെക്കുക. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? enantiomer എന്ന് വിളിക്കുന്നത്. ഇതിന്റെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. enantiomers-ന് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും. ദേ ഹാവ് ഐഡന്റിക്കൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇവര് എന്തിൽ മാത്രമേ ഡിഫറൻസ് കാണിക്കുന്നുള്ളൂ? ഒപ്റ്റിക്കൽ റൊട്ടേഷനിൽ മാത്രമേ ഡിഫറൻസ് കാണിക്കുന്നുള്ളൂ. ഒരാൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെങ്കിൽ മറ്റൊരാൾ എന്തായിരിക്കും? ലീവോ റൊട്ടേറ്ററി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. ദേ ഹാവ് അൺഐഡന്റിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. തെറ്റാണ് അല്ലെ? പിന്നെ ദേ ഹാവ് ഐഡന്റിക്കൽ ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ്. ഇത് തെറ്റാണ്. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയോ? ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കണം, താലിഡൊമൈഡ് എന്ന് പറയുന്ന ഒരു ഇനാൻഷ്യോമസ്. താലിഡൊമൈഡ് ഇസ് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് മോർണിംഗ് സിക്നസ്. ഒരു ഇനാൻഷ്യോമർ മോർണിംഗ് സിക്നസിനാണ്. അതർ കോസസ് ബർത്ത് ഡിഫക്ട്സ് ആണ്. ഭയങ്കരമായിട്ടുള്ള ക്രോണിക് എഫക്ട്സ് ആണ്. നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും താലിഡൊമൈഡിന്റെ മറ്റൊരു ഇനാൻഷ്യോമർ ബർത്ത് ഡിഫക്ട്സിന് കോസ് ചെയ്യുന്നതാണ്. വിച്ച് മീൻസ് ദേ ഹാവ് ഡിഫറെന്റ് ബയോളജിക്കൽ എഫക്ട്സ്. ഐഡന്റിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, പക്ഷേ ഡിഫറെന്റ് ബയോളജിക്കൽ എഫക്ട്സ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏത് റിയാക്ഷൻ ആണ് സൈക്ലോപ്രൊപ്പനോൺ ഇന്റർമീഡിയറ്റ് ആയിട്ട് തരുന്നത് എന്നാണ്. ഞാൻ എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതിന്റെ ആൻസർ ആയിട്ടുള്ള ഫവോസ്കി റീഅറേഞ്ച്മെന്റ് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് സൈക്ലോപ്രൊപ്പനോൺ ഇങ്ങനെ ഉണ്ടാവും അല്ലെ? ദിസ് ഇസ് സൈക്ലോപ്രൊപ്പെയിൻ. ഇവിടെ എന്ത് കൊടുത്താൽ മതി? ഇതാണ് സൈക്ലോപ്രൊപ്പനോൺ. ദിസ് ഇസ് ദി ഇന്റർമീഡിയറ്റ്. അപ്പൊ നമുക്ക് ഫവോസ്കി റീഅറേഞ്ച്മെന്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണ് ബേസിക്കലി ഫവോസ്കി റീഅറേഞ്ച്മെന്റ്? ആൽഫ ഹാലോകീറ്റോൺ റീഅറേഞ്ച് ചെയ്തുകൊണ്ട് കാർബോക്സിലിക് ആസിഡോ അല്ലെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവോ തരുന്ന റിയാക്ഷനെയാണ് ഫവോസ്കി റീഅറേഞ്ച്മെന്റ് എന്ന് നമ്മൾ വിളിച്ചു പോരുന്നത്. നമുക്ക് ആദ്യം ഒരു ആൽഫ ഹാലോകീറ്റോണിനൊന്ന് വരയ്ക്കാം. ഇതാണ് നിങ്ങളുടെ ആൽഫ ഹാലോകീറ്റോൺ. യെസ്. അതേപോലെ ഈ സൈഡിലും എന്ത് വേണം? നിങ്ങൾക്ക് ഒരു ആൽഫ കാർബൺ വേണം. ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു ആൽഫ ഹൈഡ്രജൻ എങ്കിലും വേണം. എന്തുകൊണ്ടാണെന്ന് പറയാം. ഇവിടെ OH മൈനസ് വന്നിട്ട് റിയാക്ട് ചെയ്യാണ്. ഓഫ് കോഴ്സ് എന്ത് ചെയ്യും? ഈ H- അബ്സ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ എന്ത് സംഭവിക്കും? CH2 മൈനസ് ഇവിടെ എന്ത് വരും? C+O CH2X എന്ന് വരും. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി സ്റ്റേബിൾ. എന്തുകൊണ്ടാണ് സ്റ്റേബിൾ? ബിക്കോസ് ഇറ്റ്സ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അതായത് നമുക്ക് ഇങ്ങനെ വരക്കാം അല്ലെ? CH2 CO CH2X. അതായത് ഇവരെന്താണ്? റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ
ഈ ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യാൻ എന്താണ് കുറച്ചുകൂടെ എളുപ്പമാണ്. നൗ ബിക്കോസ് ദിസ് ഇസ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ്, ഇത് എന്ത് ചെയ്യും, ഇയാളെ ഇവിടെ അറ്റാക്ക് ചെയ്യും, എന്നിട്ട് ഹാലജൻ എന്ത് ചെയ്യും, എലിമിനേറ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, യെസ് യു ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്, CH2 C ഡബിൾ ബോണ്ട് O CH2 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. സോ ഇതാണ് നിങ്ങളുടെ സൈക്ലോപ്രൊപ്പനോൺ ഇന്റർമീഡിയറ്റ്. ഇനി എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് എന്താണ് കാർബോക്സിലിക് ആസിഡോ അല്ലെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവോ ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. അതെങ്ങനെ കിട്ടുന്നും കൂടെ നമുക്ക് നോക്കാം. ഇനി എന്ത് ചെയ്യും, OH- വരും. ഈ OH- വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും, ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ എന്ത് കിട്ടും, നമുക്ക് ഇങ്ങനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് എഴുതാം. CH2 ഇനി എന്ത് ചെയ്യും, ഇതാ ഇവിടെ എന്ത് കിട്ടും, C ഇത് O- ആവും. ഇവിടെ ആര് വന്നിട്ട് അറ്റാച്ച് ചെയ്യും, OH വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പിൽ ഈ O- ഇങ്ങോട്ട് വരും. ഏതെങ്കിലും ഐഡന്റിക്കൽ ആണ് രണ്ട് ഗ്രൂപ്പും, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ എന്തായിരിക്കും, അപ്പോ നമുക്ക് CH2 CH2 C ഡബിൾ ബോണ്ട് OH എന്ന് നമുക്ക് കിട്ടും. വിച്ച് മീൻസ് ഒരു കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഒരു പ്രോട്ടോൺ ട്രാൻസ്ഫർ നടത്തിയിട്ട് ഈ പ്രോട്ടോൺ ഉണ്ടല്ലോ, ബിക്കോസ് ദിസ് ഇസ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും, എന്ത് കിട്ടും നമുക്ക്, CH3 ഇവിടെ H+ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് COO-, അതായത് സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് നമുക്ക് കിട്ടും. ഇതാണ് നമ്മളുടെ എന്താണ് ഫവോസ്കി റീഅറേഞ്ച്മെന്റിന്റെ മെക്കാനിസം. ഇന്റർമീഡിയറ്റ് വരുന്നത് സൈക്ലോപ്രോപ്പനോൺ ആണ്. ഓൾറൈറ്റ്, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റീരിയോ കെമിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു മോളിക്യൂൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതെന്താണ്, സൈക്ലോഹെക്സൈൻ ആണ്, അതിന്റെ കൺഫർമേഷൻ ആണ് അല്ലെ. അപ്പൊ ഇവര് തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് സൈക്ലോഹെക്സൈൻ ഒന്ന് വരച്ചു നോക്കാം. കൺഫർമേഷൻ, ചെയർ കൺഫർമേഷൻ. നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, ഒരു ചെയർ കൺഫർമേഷൻ നമ്മൾ രണ്ട് പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഇവരെ ജോയിൻ ചെയ്യാം. റൈറ്റ്, ഇങ്ങനെ വരച്ചാൽ എളുപ്പമായിരിക്കും. എന്നിട്ട് നമുക്ക് ആദ്യം ആക്സിയൽ ബോണ്ട്. എത്ര ആക്സിയൽ ബോണ്ട് ഉണ്ട്, 6 ആക്സിയൽ ബോണ്ട് ഉണ്ട്. അതേപോലെ 6 ഇക്വിറ്റോറിയൽ ബോണ്ടും നമുക്കുണ്ട്. അപ്പോൾ ഞാനിതാ ഇതേപോലെ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരയ്ക്കുകയാണ്, ഇങ്ങനെ വരയ്ക്കുന്നു. ദിസ് ഇസ് ഇങ്ങനെ. എന്നിട്ട് ആക്സിയൽ ബോണ്ട്സിനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് അപ്പ് ഡൗൺ പൊസിഷനിൽ മാർക്ക് ചെയ്യുക. അതായത് ഒന്ന് അപ്പ്, ഒന്ന് ഡൗൺ, ഒന്ന് അപ്പ്, അതേപോലെ ഒന്നെന്താണ് ഡൗൺ, പിന്നെ അപ്പ്, പിന്നെന്താണ് ഡൗൺ. ഇങ്ങനെയായിരിക്കും നമ്മുടെ ആക്സിയൽ പൊസിഷൻസ് വരിക. ഇനി ഇക്വിറ്റോറിയൽ ആണെങ്കിൽ ഇത് അപ്പാണല്ലോ, ഇത് അപ്പാണെങ്കിൽ ഇക്വിറ്റോറിയൽ എന്തായിരിക്കുക, ഒന്ന് ഡൗൺ ആയിട്ട് വരക്കുക. ഇത് ഡൗൺ ആണ്, അതുകൊണ്ട് ഇത് എന്തായിരിക്കും, അപ്പ് ആയിരിക്കും. ഇത് അപ്പാണ്, അതുകൊണ്ട് ഡൗൺ ആയിരിക്കും. പിന്നീട് ഇത് ഈ ഒരു പൊസിഷനിൽ ഡൗൺ ആണ് അല്ലെ, ഇത് ഡൗൺ ആണ്, ഇതെന്തായിരിക്കും, അപ്പ് ആയിരിക്കും. ഇത് അപ്പ് പൊസിഷനിലാണ്, അതെന്തായിരിക്കും, ഇത് ഡൗൺ ആയിട്ട് വരക്കുക. ഇത് ഡൗൺ ആണ്, അതുകൊണ്ട് അപ്പ്. ഇതാണ് നമ്മുടെ ഇക്വിറ്റോറിയൽ പൊസിഷൻസ്. ഇതെന്താണ്, ആക്സിയൽ. യെല്ലോ എന്താണ്, ആക്സിയൽ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കുക. ഇതിനെയാണ് നമുക്ക് ഇതുമാതിരി റെപ്രസെന്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പോ ഈ വെഡ്ജ് ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ സൈക്ലോ എക്സൈന്റെ ചെയർ ഫോമിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ അപ്പ് ആയിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഇനി ഡാഷ് ആണെങ്കിൽ, അതായത് എവേ ഫ്രം ദി ആണെങ്കിൽ എന്തായിരിക്കും, ഡൗൺ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. അതായത് ഇതല്ലേ നമുക്ക് വരയ്ക്കേണ്ടത്. ഞാൻ ഇങ്ങനെ വരയ്ക്കാണ് കേട്ടോ. അപ്പോ ഇവിടെ എന്താണ്, ടുവേർഡ്സ് ദി ഒബ്സർവർ ആണ് അല്ലെ, ടുവേർഡ്സ് ദി ഒബ്സർവർ ആണ്. ഇനി ഇവിടെ എന്താണ്, ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ സൈക്ലോ എക്സൈന്റെ ചെയർ കൺഫർമേഷനിലേക്ക് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ചെയർ കൺഫർമേഷനിലേക്ക് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഞാനൊരു സൈക്ലോ എക്സൈന്റെ ചെയർ കൺഫർമേഷൻ വരയ്ക്കുകയാണ്. ഇതിനെ ഞാൻ 1 എന്ന് എഴുതി, 2 എന്ന് എഴുതി, 3. അപ്പൊ ഇവിടെയാണ് ഞാൻ 1 ഫസ്റ്റ് കാർബൺ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും, ഇതെന്താണ്, വെഡ്ജ് പൊസിഷനിലാണ്, അപ്പൊ അപ്പ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, ഇതാണ് അപ്പ്. ഓക്കെ, മൂന്നാമത്തെ പൊസിഷൻ ഇത് 1, ഇത് 2 അങ്ങനെയാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. 3 എന്താണ്, ഡാഷ് പൊസിഷൻ ആണ്, അപ്പൊ എന്തായിരിക്കും, ഡൗൺ ആയിരിക്കും. ഡൗൺ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവര് രണ്ടുപേരും എന്താണ്, സെയിം ആണ്, വിച്ച് മീൻസ് ഐഡന്റിക്കൽ ആണ്. 28ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ത് വരും, ഐഡന്റിക്കൽ എന്ന് ആൻസർ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏത് മീഡിയത്തിലാണ് ഒക്കർ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ പേര് കേട്ടിട്ട് അസറ്റിക് മീഡിയം എന്ന് തെറ്റിദ്ധരിക്കരുത്, ബേസിക് മീഡിയത്തിലായിരിക്കും ഒക്കർ ചെയ്യുക. നമുക്ക് നോക്കാം എന്താണ് ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെന്റ് എന്നുള്ളത്. എന്താണ്
1,2-diketone in presence of a basic medium റീഅറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ട് ആൽഫ ഹൈഡ്രോക്സി കാർബോക്സിലിക് ആസിഡ് ആയി മാറുന്ന റീഅറേഞ്ച്മെന്റിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു 1,2-ഡൈക്കീറ്റോൺ എഴുതി നോക്കാം. ഇതാണ് 1,2-ഡൈക്കീറ്റോൺ. 1,2-ഡൈക്കീറ്റോൺ. ഓക്കെ, R' OH മൈനസ്. നിങ്ങൾ പ്രൊഡക്റ്റ് എഴുതാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കാർബണിൽ എന്തുണ്ടാവും? COH ഗ്രൂപ്പ് ഉണ്ടാവും. ഒരു കാർബണിൽ എന്ത് ഗ്രൂപ്പ് ഉണ്ടാവും? COH ഗ്രൂപ്പ് ഉണ്ടാവും. COOH ഉണ്ടാവും. പിന്നീട് ബാക്കിയുള്ള അടുത്ത കാർബണിൽ എന്തുണ്ടാവും? OH ഉണ്ടാവും. അതേപോലെ 2 ആൽക്കൈൽ ഗ്രൂപ്പ്സും ഈ കാർബണിൽ തന്നെ ഉണ്ടാവും. എന്തായിരിക്കും? അപ്പൊ ഇതായിരിക്കും ആൽഫ. ഇതാണ് നമ്മുടെ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്, ആൽഫ ഹൈഡ്രോക്സി കാർബോക്സിലിക് ആസിഡ്. ഒരു കാര്യം കൂടെ ആലോചിക്കുക, ഈ ആൽക്കൈൽ ഗ്രൂപ്പിന് എന്ത് സംഭവിക്കും? ആൽക്കൈൽ ഗ്രൂപ്പിന് മൈഗ്രേഷൻ സംഭവിക്കും എന്നുള്ളതും കൂടെ നിങ്ങൾ ആലോചിക്കുക. ഇതിന്റെ മെക്കാനിസം നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയാണ് മെക്കാനിസം വരിക. C∪O R'. ഓക്കെ, ഇനി OH മൈനസ് വന്നിട്ട് ഈ ഒരു ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ O മൈനസ് ആവുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? CO മൈനസ് എന്ന് കിട്ടുന്നു. പിന്നെ ഈ വരുന്ന OH ഇവിടെ വരുന്നു. പിന്നെ ഇവിടെ ആരുണ്ടാവും? ആൽക്കൈൽ ഗ്രൂപ്പ് ഓൾറെഡി ഇവിടെ ഉണ്ടാവും. ഇനി അടുത്തത് എന്താണ്? ബാക്കിയുള്ളത് അതേപോലെ എഴുതുക, COR. ഇനി പറഞ്ഞതുപോലെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ മൈഗ്രേഷൻ ആണ്. ഇയാൾ വന്നിട്ട് ഇവിടെ മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? CO മൈനസ് ആവും. സ്വാഭാവികമായിട്ടും ഇത് ഇങ്ങോട്ട് വരും അല്ലെ? അപ്പൊ എന്ത് കിട്ടും നമുക്ക്? ഇവിടെ എന്ത് കിട്ടും? COOH കിട്ടും. COOH. പിന്നെ എന്ത് കിട്ടും? CR'(O- എന്ന് നമുക്ക് കിട്ടും. ഇനി എന്ത് സംഭവിക്കും? നമുക്കറിയാം കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്സ് സോൾട്ട് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഇവിടത്തേക്ക് പ്രോട്ടോൺ ട്രാൻസ്ഫർ നടക്കും. പ്രോട്ടോൺ ട്രാൻസ്ഫർ നടന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ്, നമുക്കിവിടെ C∪O എന്ന് കിട്ടും. ഈ H+ ഇങ്ങോട്ട് വരും അല്ലെ? അപ്പൊ എന്ത് കിട്ടും? COH R'. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഇവിടെ H+ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? സെയിം പ്രൊഡക്റ്റ് കിട്ടും. H+ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ലക്ഷ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആൽഫ ഹൈഡ്രോക്സി കാർബോക്സിലിക് ആസിഡ് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ആൽഫ ഹൈഡ്രോക്സി കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, ഇനി എന്താണ് ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെന്റ്? നോക്കൂ, ഇതാണ് C∪O. ഇവിടെ എന്തുണ്ടാവും? 2 ബെൻസീൻ റിംഗ് ഉണ്ടാവും. ദിസ് ഇസ് ആക്ച്വലി ബെൻസീൻ റിംഗ്. ഇതാണ് നിങ്ങളുടെ ബെൻസീൻ റിംഗ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബെൻസിൽ എന്ന് വിളിക്കുന്നത്. എന്താണ്? ബെൻസിൽ. ഇനി OH മൈനസിന്റെ പ്രസൻസിൽ 1,2-ഡൈക്കീറ്റോൺ ആണ് അല്ലെ? 1,2-ഡൈക്കീറ്റോൺ ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു കാർബണിൽ എന്തുണ്ടാവും? COH ഗ്രൂപ്പ് ഉണ്ടാവും. ഒരു കാർബണിൽ COH ഗ്രൂപ്പ് ഉണ്ടാവും. നെക്സ്റ്റ് കാർബണിൽ എന്തൊക്കെ ഉണ്ടാവും? 2 R ഗ്രൂപ്പ്, അതായത് PH ഫിനൈൽ റിംഗ് ആയിരിക്കും. പിന്നെ ഒരു OH ഉണ്ടാവും. ദിസ് ഇസ് ദി പ്രൊഡക്റ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബെൻസിലിക് ആസിഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ദിസ് ഇസ് ബെൻസിലിക് ആസിഡ്. സോ നമ്മുടെ ആൻസർ എന്താണ്? നമുക്ക് ഇത്രയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏത് മീഡിയത്തിൽ നിന്നാണ്? ബേസിക് മീഡിയത്തിലായിരിക്കും നമ്മുടെ ആൻസർ വരിക. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ക്യാരി ഔട്ട് റെട്രോസിന്തറ്റിക് അനാലിസിസ് ഓഫ് പാരസെറ്റമോൾ. എന്താണ് റെട്രോസിന്തറ്റിക് എന്ന് പറയുന്നത്? എ കൺസെപ്ച്വൽ ടെക്നിക് ഇൻവോൾവിംഗ് ബ്രേക്ക് ഡൗൺ ഓഫ് എ കോംപ്ലക്സ് ടാർഗറ്റ് മോളിക്യൂൾ ഇൻടു സിംപ്ലർ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. അതായത് നമ്മൾ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ നിന്ന് പ്രൊഡക്റ്റിലേക്കല്ല, പ്രൊഡക്റ്റ് തന്നിരിക്കും, എന്നിട്ട് നമ്മൾ ബാക്ക്വേർഡ് പോവുക. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? റെട്രോസിന്തറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതില് ആരായിരിക്കും തന്നിരിക്കുന്ന റിയേജന്റിൽ ആരായിരിക്കും ലീസ്റ്റ് ലൈക്ലി ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. നോക്കിക്കോളൂ, ഇതാണ് പാരസെറ്റമോളിന്റെ സ്ട്രക്ചർ അല്ലെ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പാരസെറ്റമോൾ ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ ബാക്ക്വേർഡ് എന്തൊക്കെ നടന്നിട്ടുണ്ടാവും? ഞാനൊന്ന് പറയട്ടെ. അതായത് ഞാൻ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് എടുക്കുകയാണ്. ഞാൻ ഈ ഓപ്ഷൻ C എടുക്കുകയാണ്. ഓപ്ഷൻ C എടുത്തിട്ട് ഇതാണ് ബെൻസീൻ റിംഗ്, OH. എനിക്ക് പാരസെറ്റമോൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ മതി അല്ലെ? ഇതും എടുത്തിട്ട് ഞാൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യാണ്? ബിയുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ബിയുടെ പേരെന്താണ്? അസെറ്റിക് എൻഹൈഡ്രേറ്റ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ്? അസെറ്റിക്
എൻഹൈഡ്രൈഡ്. അസറ്റിക് എൻഹൈഡ്രൈഡുമായി റിയാക്ട് ചെയ്യണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വാട്ട് ഇസ് അസറ്റിക് എൻഹൈഡ്രൈഡ്? CH3COOCH3 അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടുന്ന് ഒരു എച്ചും CH3COOHും എലിമിനേറ്റ് ആവും. ഓക്കെ, അതായത് ഇവിടെ നിന്ന് എന്ത് സംഭവിക്കും? CH3COOH പോവും. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? ഇത് പോയി, അതേപോലെ ഇയാളും നമുക്ക് പോയി. ഇനി ഇവരെന്ത് ചെയ്താൽ മതി? ഇവരിവിടെ അറ്റാച്ച് ചെയ്തേ നിങ്ങൾ. അപ്പൊ എന്ത് കിട്ടും? NHCOCH3 എന്ന് നിങ്ങൾക്ക് കിട്ടും. വിച്ച് ഇസ് ആക്ച്വലി എന്താണ്? പാരസെറ്റമോൾ തന്നെയല്ലേ? അപ്പോ ഇവര് രണ്ടുപേരും എന്താണ്? ജസ്റ്റ് ബാക്ക്വേർഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് നോക്കി, ഇതേപോലെ ഞാൻ പറയുകയാണ്, എന്റെ ബെൻസീൻ റിങ് OH NH2 എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ CH3COCl, ഇതെന്താണ്? ആസിഡ് ക്ലോറൈഡ് ആണ് അല്ലെ? ആസിഡ് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവര് രണ്ടുപേരും റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള HM CLും എന്ത് ചെയ്യും? എലിമിനേറ്റ് ആവും, HCl ആയി. ബാക്കി എന്തൊക്കെയാണുള്ളത്? സെയിം. നമുക്ക് എന്ത് കിട്ടും? പാരസെറ്റമോൾ നമുക്ക് കിട്ടും. OH NHCOCH3 എന്ന് നമുക്ക് കിട്ടും. ദിസ് ഇസ് ആക്ച്വലി എന്താണ്? പാരസെറ്റമോൾ. അതായത് നമുക്ക് ഇയാളെ വേണം, ഇയാളെയും വേണം, ഇയാളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാരസെറ്റമോൾ ഫോം ചെയ്യാൻ യൂസ് ചെയ്യാം. പക്ഷെ OH എന്താണ്? കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് അല്ലെ? ഫിനോള് മാത്രമാണെങ്കിൽ പിന്നീട് NH2നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, പിന്നീട് NHCOCH3 വരണം. ഇതൊക്കെ എന്താണ്? ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ലീസ്റ്റ് ലൈക്ലി ആയിട്ട് ഇയാളെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുക. സോ 31st D ആയിരിക്കും നമ്മുടെ ഓപ്ഷൻ. നൗ 32 ഡൈസ് ആൾട്ടർ റിയാക്ഷൻ. ഇമ്പോർട്ടന്റ് ആണ്. പെരിസൈക്ലിക് റിയാക്ഷനിലെ ഡൈസ് ആൾട്ടർ റിയാക്ഷൻ ആണ്. ഏത് ഡൈനാണ് കനോട്ട് അണ്ടർഗോ ഡൈസ് ആൾട്ടർ റിയാക്ഷൻ? എന്താണ്? ഡൈസ് ആൾട്ടർ റിയാക്ഷൻ ആണ്. ഏത് ഡൈനാണ്? സിമ്പിൾ ആണ്. cis ആണ്. അതായത് ഈ സിഗ്മ ബോണ്ട് നിങ്ങൾ നോക്കുക, ഈ സിഗ്മ ബോണ്ട് നോക്കുക. ഇതിന് അക്രോസ് ആയിട്ട് ഡബിൾ ബോണ്ട് എങ്ങനെയാണ്? ട്രാൻസ് ആണ് അല്ലെ? ഡബിൾ ബോണ്ട് എന്താണ്? ട്രാൻസ് ആണ്. ട്രാൻസിന് എന്ത് സംഭവിക്കാൻ പറ്റത്തില്ല? ഡൈസ് ആൾട്ടർ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ ഇയാളും എന്താണ്? ഈ സിംഗിൾ ബോണ്ടിന് ഓപ്പോസിറ്റ് അല്ലേ? ട്രാൻസ് അല്ലേ? യെസ്, ഇതും എന്താണ്? ട്രാൻസ് ആണ്. പക്ഷെ ഇവരെ നോക്കിയേ, ഇവരെങ്ങനെയാണ്? ഇങ്ങനെയല്ലേ? സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും മാത്രം നോക്കുക. ഇതെന്താണ്? സിസ് കോൺഫിഗറേഷൻ ആണ്. സോ 3 ക്യാൻ അണ്ടർഗോ എന്താണ്? ഡൈസ് ആൾട്ടർ റിയാക്ഷൻ. ഇനി ഇതും എന്താണ്? സിസ് ആണ് അല്ലെ? ഇതും എന്താണ്? സിസ് തന്നെയാണ്. അപ്പൊ എന്തായിരിക്കും? ഇതിനും എന്ത് ചെയ്യാൻ പറ്റും? ഡൈസ് ആൾട്ടർ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാൻ പറ്റും. അപ്പൊ ഓപ്ഷൻ എന്തായിരിക്കും? 3 and 4 ക്യാൻ അണ്ടർഗോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓൺലി 3 and 4. Now to the last question, how many nodes exist in LUMO? എന്താണ് ലൂമോയും ഹോമോയും? ഫ്രോണ്ടിയർ മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ് അല്ലെ? FMO എന്ന് നമ്മൾ വിളിക്കും. ഫ്രോണ്ടിയർ മോളിക്കുലാർ ഓർബിറ്റൽസ്. ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ ആണ്. ലൂമോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ ആണ്. അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ ആണ്. എന്താണ്? ഇവരിൽ എത്ര നോഡ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? 135 ഹെക്സാട്രൈൻ. ഇതിനെ സ്ട്രക്ചർ ചെയ്യാമെന്ന് വരച്ച് നോക്കാം. ദിസ് ഇസ് 135 ഹെക്സാട്രൈൻ. എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട് ഇവിടെ? അറ്റോമിക് ഓർബിറ്റൽസ് എത്രയാണ്? 6 ആണ് അല്ലേ? അറ്റോമിക് ഓർബിറ്റൽസ് എത്രയാണ്? 6 ആണ്. 1 2 3 4 5 and then 6. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എത്ര അറ്റോമിക് ഓർബിറ്റൽ ഉണ്ടോ അത്രയും എന്ത് തന്നെ ഉണ്ടാവും? മോളിക്കുലാർ ഓർബിറ്റൽസ് തന്നെ ഉണ്ടാകും. അതായത് എത്ര മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവും? 135 ഹെക്സാട്രൈനിൽ 6 മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും. അതിനെ ഞാൻ ഒന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നോക്കി നിങ്ങൾ, ഇതിനെ ψ1 ഫസ്റ്റ് മോളിക്കുലാർ ഓർബിറ്റൽ, ψ2, ψ3, ψ4, ψ5 ആൻഡ് ψ6 എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. കണ്ടു പേടിക്കേണ്ട. നോക്കാം നമുക്ക് എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ψ1 2, ഒരു മോളിക്കുലാർ ഓർബിറ്റൽ എത്ര ഇലക്ട്രോൺ ആണ്? 2. ഇവിടെ എന്താണ്? 4 6. അതായത് ψ3 6 പൈ ഇലക്ട്രോൺസും നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ്ലി ഫിൽ ചെയ്തു. അതായത് ഇതിനെ നമ്മൾ വിളിക്കും, ψ3നെ നമ്മൾ വിളിക്കും ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. മോളിക്കുലാർ ഓർബിറ്റൽ ആണ്, ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഹയസ്റ്റ് മോളിക്കുലാർ ഓർബിറ്റൽ ആണ്. അപ്പോൾ ഏതാണ് ലൂമോ? ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ്. ഇതൊക്കെ അൺഒക്യുപ്പൈഡ് ആണ് അല്ലെ? ψ4ഉം ψ5ഉം ψ6 ഒക്കെ എന്താണ്? അൺഒക്യുപ്പൈഡ് ആണ്. പക്ഷെ ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ എന്താണ്? ψ4 ആണ്. ഇനി നോഡ് കണ്ടുപിടിക്കണമെങ്കിൽ സിമ്പിൾ ആണ്. നോഡ് എന്താണ്?
നോഡ് ഇസ് ഈക്വൽ ടു എന്താണോ നിങ്ങളുടെ n-1 അതായത് നമ്മുടെ ലൂമോ ഏതാണ്? Psi 4 ആണ്. 4 ആണ് അല്ലെ? 4 - 1 എന്ത് വരും? 3 എന്ന് നമുക്ക് വരും. ഇനി Psi 2 എത്ര നോഡ് ഉണ്ടാവും? Psi 2 എത്ര നോഡ് ഉണ്ടാവും? നിങ്ങൾക്ക് പറയാൻ പറ്റൂല. ഇപ്പോ 1 നോഡ് ആയിരിക്കും. Psi 1 0 നോഡ് ആയിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഹോമോയിൽ എത്ര നോഡ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഹോമോ ഏതാണ്? Psi 3 ആണ്. അങ്ങനെയാണെങ്കിൽ നോഡ് n-1 എത്ര വരും? 2 എന്ന് വരും. സോ ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്